അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു ഇൻഫോവെൽത്ത്. ഇൻഫർമേഷൻ എപ്പോഴും ഒരു സമ്പാദ്യമാണ്. ഈ ചാനലിന്റെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണിത്. സോ ഇന്ന് ഞാൻ കുക്ക് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറിക്കാൻ പറ്റുന്ന ഒരു നാടൻ കടായി ചിക്കൻ റെസിപ്പിയാണ്. സോ വരൂ, അത് ഞങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. സോ വരൂ, വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ് ഐശ്വര്യമായിട്ട് ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ച് തുടങ്ങും. സോ കടായായതുകൊണ്ട് എണ്ണ കുറച്ച് കൂടുതൽ വേണം. ഒന്ന് എണ്ണ അങ്ങനെ ചൂടായി തുടങ്ങുമ്പോഴേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതിച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇടുക. ഞാൻ ചതിക്കാനൊന്നും പോയില്ല, ഞാൻ അങ്ങനെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടിട്ടു. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അതിനുശേഷം കുറച്ച് ഒരു 4 അല്ലെങ്കിൽ 5 നല്ല എരിവുള്ള മുളക്, പച്ചമുളക് ഇടുക. ഒരു 5 6 നല്ല കുറച്ചുകൂടി എരിവാണെന്നുണ്ടെങ്കിൽ ഒരു 6 7 ഒക്കെ ഇടാം, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ മുളകൊന്നും ഇങ്ങനെ ചൂടായി വരുമ്പോൾ നമ്മളുടെ മെയിൻ സംഭവം സവോള ഒരു 4 5 സവോള ഇടാം. നിങ്ങൾക്ക് നമ്മളിവിടെ 600 ഗ്രാം ചിക്കൻ ആണ് എടുത്തത്. സോ അതിനൊരു 4 5 സവോള മതി. സോ നിങ്ങൾക്ക് എങ്ങനെ സവോള കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഇടാം. പിന്നെ അടുത്തത് എന്തെന്ന് വെച്ചാൽ ഉപ്പ്. ഈ ഉപ്പ് എന്തിനാ ഇടുന്നത് വെച്ചാൽ പെട്ടെന്ന് ഈ സവോള മൂക്കാനും പിന്നെ ഒരു ഗോൾഡൻ കളർ വരാനും. സോ അതിനുശേഷം അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് മഞ്ഞപ്പൊടി. 1 ടേബിൾ സ്പൂൺ ഇടുക. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി ഇടുക. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2-3 ടേബിൾ സ്പൂൺ ഇടുക. നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല എരിവ് വേണമെങ്കിൽ നമ്മൾ സാധാരണ മുളക് പൊടി ഇല്ല. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇടണം. നിങ്ങൾ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നെക്സ്റ്റ് ഇടാൻ പോണത് ചിക്കൻ. അതായത് 600 ഗ്രാം ചിക്കനാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. സോ 600 ഗ്രാം ഞാൻ ചിക്കൻ അതിലാണ്ട് ഇട്ടു. അതിനുശേഷം കുറച്ച് കറിവേപ്പിലാണ്ട് ഇട്ടിട്ട് ഇത് നല്ലൊന്ന് ഇളക്കുക. അതായത് ഈ പൊടിയൊക്കെ ചിക്കനിൽ മിക്സ് ആവണ മാതിരി ഇളക്കി കൊടുക്കുക. അതിൻ്റെ ശേഷം ഒരു അര കപ്പ് വെള്ളം എടുത്തിട്ട് ഈ ചട്ടീൻ്റെ, അതായത് ഈ കടായി ചട്ടീൻ്റെ ചുറ്റോറാണ്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. മിക്സ് ആക്കാനൊന്നും പോകണ്ട, ഒന്ന് ചുറ്റോറൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഇതിൻ്റെ മൂടി എടുത്തിട്ട് ഒന്ന് അടിച്ചാണ്ട് വെക്കുക. ഇങ്ങനെ ഒരു 3 മിനിറ്റ് അടിച്ചു വെക്കുക. അതിന് ശേഷം ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട്. സോ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സംഭവം. അതിനുശേഷം വീണ്ടും അടിച്ചു വെക്കുക. അങ്ങനെ ഇതൊരു 2-3 തവണ നിങ്ങൾ ചെയ്യണം. സോ ഇതൊന്ന് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താന്ന് വെച്ചാൽ ഇത് അടിയിൽ പിടിക്കൂല. അതിന് മസാല ഒക്കെ അടിയിൽ പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം. അങ്ങനെ ഓരോ 2-3 മിനിറ്റ് കൂടുമ്പോൾ നിങ്ങളത് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കിയിട്ട് നല്ലോണം ഒന്ന് അടച്ചു വെക്കുക. പിന്നെ ലാസ്റ്റായിട്ട് ഈ കടായിൻ്റെ മൂടി ഞങ്ങൾ തുറന്നു വെച്ചിട്ട് നല്ല ഡ്രൈ ആക്കുകയാണ് ഇപ്പോൾ. അതായത് ഈ സംഭവം ഇത് നല്ല വെന്തു ചിക്കൻ. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിത്തെ വെള്ളമൊക്കെ നല്ല ഡ്രൈ ആണ്. സോ നല്ല ഓപ്പൺ ചെയ്തിട്ട് മൂടി നല്ലോണം ഓപ്പൺ ചെയ്തിട്ട് വെക്കുക. അപ്പം നല്ല ഇങ്ങനെ ഡ്രൈ ആയി ഇങ്ങനെ വരും. നല്ല ജ്യൂസി ആയിട്ട് ഇങ്ങനെ കാണണം, നല്ല ഡ്രൈ ആയി. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഡ്രൈ ആക്കാം. എനിക്ക് അധികം ഡ്രൈ ഒന്നും ഇഷ്ടമല്ല, ഒരു മീഡിയം ഡ്രൈ ആണ് എനിക്കിഷ്ടം. സോ ഞാൻ ഇങ്ങനത്തെ ഒരു മീഡിയം ഡ്രൈയിൽ വെച്ചിട്ട് ഞാൻ ഇനി അടുത്ത പ്രോസസ്സിലേക്ക് ഞാൻ പോവാണ്. അടുത്ത പ്രോസസ്സ് എന്തെന്ന് വെച്ചാൽ ഒരു 4 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പാണ് ഞങ്ങളിപ്പോൾ ആഡ് ചെയ്യാൻ പോണത്. ഇങ്ങനെ ആഡ് ചെയ്യുന്നതോടെ ഇതൊരു നല്ലൊരു ജ്യൂസി ആയിട്ട് വരും ഈ സംഭവം. അതായത് ഈ കടായി നല്ല ജ്യൂസി ആയിട്ട് വരും. ഇനി അടുത്ത ലാസ്റ്റിലൊരു പരിപാടിയാണ് നല്ല ചതിച്ച കുരുമുളക് പൊടി, നല്ല ഫ്രഷ് കുരുമുളക് പൊടി നിങ്ങൾ ഇങ്ങനെ എടുക്കുക. നിങ്ങൾക്ക് എങ്ങനെ എരിവ് വേണ്ട അത്ര എടുത്തിട്ട് നല്ലോണം വെതറി കൊടുക്കുക മുകളിൽ. അതിനുശേഷം ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിം ആക്കിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഈ കുരുമുളക് പൊടിയൊക്കെ നല്ലോണം സെറ്റായിട്ട് വരുമ്പോൾ ചൂട് കൊടുക്കുക. ഈ സാധനം, അതായത് നമ്മുടെ കടായി ചിക്കൻ എടുത്തിട്ട് ഒരു നല്ലൊരു പാത്രത്തേക്ക് സെർവ് ചെയ്തിട്ട് മോനെ സ്റ്റാർട്ട് ചെയ്യുക. എന്തൊരു യുദ്ധം! ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം. കടായിൻ്റെ സൂപ്പറായിട്ടുണ്ട് ടേസ്റ്റ്. കടായി ടേസ്റ്റ് സൂപ്പറായിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടുണ്ട് സംഭവം.
നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.